ഹേ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിളാണ്. നെക്സ്റ്റ് മന്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യാണല്ലോ. എല്ലാവരും ഇപ്പോൾ പരീക്ഷാ ചൂടിലായിരിക്കും. ഇത്രയും ദിവസം നിങ്ങൾ എന്ത് ചെയ്തു, എങ്ങനെ സമയം മാനേജ് ചെയ്തു, എത്ര സമയം വേസ്റ്റ് ചെയ്തു, ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ബട്ട് ഇന്ന് മുതൽ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ടൈം ടേബിൾ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ദെൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 100% ഗ്യാരണ്ടീഡ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട് ആൻഡ് അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഒന്ന് എഴുതി വെക്കാം. ആൻഡ് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും പേരിൻ്റെ നേരെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടി നിങ്ങളൊന്ന് എഴുതി വെക്കാം. പഠിക്കാനായിട്ട് ഈസി ആണോ, മീഡിയം ആണോ, അതോ ഭയങ്കര ഡിഫിക്കൽട്ടാണോ എന്നൊന്ന് എഴുതി വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി നല്ലൊരു ധാരണ കിട്ടും. ഇനി ടൈം ടേബിൾ പറഞ്ഞുതരാം. സിമ്പിളാണ്, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ദിവസം 4 hours 4 മണിക്കൂർ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് SSLC പ്രിപ്പറേഷന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള 4 hours ആണ് കേട്ടോ. യെസ്, ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈമാണ് പറഞ്ഞത്. സോ ഇതിന് നമുക്ക് 2 സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോർണിംഗ് സെഷനും നൈറ്റ് സെഷനും. നിങ്ങൾക്കിപ്പോൾ സ്കൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ നിങ്ങൾ രാവിലെ എത്ര മണിക്കാണോ എഴുന്നേൽക്കാറ് അതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ നേരത്തെ എഴുന്നേൽക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ 7:30 എഴുന്നേൽക്കാറുള്ള ഒരാളാണെങ്കിൽ ദെൻ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേൽക്കാം. 15 minutes ഫ്രഷ് ആവാനുള്ള സമയമാണ് കേട്ടോ. ദെൻ 5:30 മുതൽ 7:30 വരെ പഠിക്കാം. അതിനുശേഷം സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ 4 hours 2 മണിക്കൂർ കംപ്ലീറ്റ് ആയല്ലോ. ഇനി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രഷ് ആയിട്ട് റിലാക്സ് ആവാനുള്ള സമയമാണ് കേട്ടോ. നിങ്ങൾ ഫോൺ യൂസ് ചെയ്തോളൂ, കുറച്ച് നേരം കളിക്കാൻ പോയിക്കോളൂ. ഇറ്റ്സ് യുവർ ടൈം. ഇനി നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ എത്തുന്ന ഒരാളാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് അസ്യൂം ചെയ്യാം നിങ്ങൾ 5 മണിക്ക് വീട്ടിലെത്തും എന്നുണ്ടെങ്കിൽ ദെൻ 6 മണി വരെ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയമാണ്. അതിനുശേഷം 2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കാം. 6 മണിക്ക് പഠിക്കാനിരുന്നാൽ 8 മണി വരെ പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്. അതിനുശേഷം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം. ദെൻ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് അന്ന് സ്കൂളിൽ പഠിപ്പിച്ചതോ ഇനി വേറെ എന്തെങ്കിലും ക്ലാസ് കേൾക്കണമെങ്കിലോ ഇനി അതല്ല കുറച്ച് നേരം കൂടി SSLCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അത് നിങ്ങളുടെ കാര്യങ്ങളനുസരിച്ച് പ്ലാൻ ചെയ്യാം. പക്ഷേ മാക്സിമം ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങാൻ പോവാട്ടോ. ബിക്കോസ് നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം പലരും നെറ്റ് ചുളുക്കിയിട്ടുണ്ടാവും, ഇഷ്ടമായിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് എക്സാം ഫേസ് ആണ്. ഈ ഒരു ടൈം നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. അത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തോളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിത് പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ബിക്കോസ് ലൈഫ് ഈസ് ഹാർഡ്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ കഷ്ടപ്പെട്ടേ മതിയാവും. അതാണ് റിയാലിറ്റി. അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമാണെങ്കിലും ശരി, പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറിയാലും ശരി, കഷ്ടപ്പെട്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് പറ്റുള്ളൂ. അതാണ് സത്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, ഐ എം ജസ്റ്റ് സെയിങ് ദ ട്രൂത്ത്. സോ ഇപ്പോൾ ഈ 4 hours കാര്യം ഞാൻ സ്കൂളിലുള്ള ദിവസങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ സ്കൂളില്ല അല്ലെങ്കിൽ സ്റ്റഡി ലീവ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 8 hours പഠിക്കാനായിട്ട് എയിം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് 5 മണിക്ക് എഴുന്നേൽക്കണം എന്നൊന്നും പറയുന്നില്ല. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. യു ക്യാൻ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് നൈറ്റ് ഇരുന്ന് പഠിച്ചാലാണ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക, ഫോക്കസ് ചെയ്യാൻ പറ്റുക. എന്നൊക്കെ ആണെങ്കിൽ രാവിലെ കുറച്ച് നേരം ലേറ്റായിട്ട് എഴുന്നേറ്റ് ഈ 8 hours അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. നൈറ്റ് കുറേ നേരം ഇരുന്ന് പഠിക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിൽ, രാവിലെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ദെൻ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റ് സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ബട്ട് നേരത്തെ പോയിട്ട് കിടന്നുറങ്ങണം. അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാം. ബട്ട് ഈ 8 hours നിങ്ങൾ എയിം ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, പിന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വലായിട്ട് സമയം കൊടുക്കരുത്. നിങ്ങൾക്ക് ഏതാണോ ഈസി അതിന് കുറച്ച് സമയം കൊടുക്കുക, ഏതാണോ ബുദ്ധിമുട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരിക്കലും മറ്റൊരാളുടെ ടൈം ടേബിൾ അതേപോലെ കോപ്പി ചെയ്യരുത്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, നിങ്ങളിങ്ങനെ വല്ലാണ്ട് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യൊന്നും വേണ്ട. റിലാക്സ്. വീട്ടുകാരെ പ്രഷറും നാട്ടുകാരെ പ്രഷറും പഠിപ്പിക്കുന്നവരുടെ പ്രഷറും ഇതൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. അതിനുള്ളൊരു സമയം കൂടിയാണിത്. കാര്യങ്ങളെ കാമായിട്ട് നോക്കി കാണാനായിട്ട് പഠിക്കാം. ചില കാര്യങ്ങളൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയാനുള്ളതാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളയുക. വെറുതെ അതും തലയിൽ ഈറ്റിക്കൊണ്ട് നടക്കരുത്. ഓക്കെ, ഫോക്കസ്. നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ മോട്ടീവ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ടുഡേ. നിങ്ങൾക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.